പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെയുള്ള മുഹറം മാസം, ആ മുഹറം മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മളിതാ ഇന്നത്തെ മഗ്‌രിബോടുകൂടി കടക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. പലരും ചോദിച്ചു, ഉസ്താദെ സഫർ മാസം എന്നാണ് വരിക, സഫർ മാസം എപ്പോഴാണ് തുടങ്ങുക എന്ന് പലരും ചോദിച്ചു. അതിൻ്റെ മറുപടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കം പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ നമ്മളെ ഫോൺ വിളിക്കുന്നതും അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ഉസ്താദുമാരൊക്കെ കാണുന്ന സമയത്ത് പറയുന്ന ഒരു പരാതിയുണ്ട്. സിഹിറാണ്, കണ്ണേറാണ്, ആരൊക്കെ പണിവെച്ചതാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏത് കണ്ണേറാണെങ്കിലും ഏത് കരുനാക്കാണെങ്കിലും ഏത് ബുദ്ധിമുട്ടാം പ്രയാസമാണെങ്കിലും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏത് സിഹിറിനെയും കരിച്ചു കളയാൻ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 7 സിമ്പിൾ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് കേട്ടാലോ? കൂട്ടത്തിൽ ഒരു സ്വലാത്ത് പഠിപ്പിച്ചു തരാം. നമുക്കൊക്കെ ഒരുപാട് മനോവിഷമമുള്ളവരാണ്, ടെൻഷൻ ധാരാളം അധികരിക്കുന്നവരാണ്, അല്ലെ, കടങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നവരാണ്. ഈ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ചൊല്ലാൻ പറ്റുന്ന എണ്ണം ചൊല്ലിക്കോ. ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നും കരകയറിയ ആളുകളെ കരകയറ്റിയ ഒരു സ്വലാത്താണ് ഇന്ന് പഠിക്കാൻ പോകുന്ന സ്വലാത്ത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, അവസാനം വരെ കാണാൻ വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സ്നേഹബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉപ്പമാരെ, സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ശരീരത്തിന് നല്ല ആഫിയത്തും ആരോഗ്യവും മനസ്സിന് നല്ല ശാന്തതയും ഇബാദത്തുകൾക്കുള്ള മടി അല്ലാഹു തആല മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തുമുള്ള നല്ല ജീവിതം അല്ലാഹു തആല പ്രദാനിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് രോഗികളാണ്. നമ്മളോട് ഒരുപാട് പേര് ദുആരക്കാൻ പല ആവശ്യങ്ങൾ, പല പ്രതിസന്ധികളൊക്കെ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികളൊക്കെ മാറ്റി കൊടുക്കട്ടെ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 23ാമത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് മുഹറം 23 വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി 24 മുഹറം മാസം 24 രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നാളെ വെള്ളിയാഴ്ച 24ാമത്തെ ദിവസമാണ്. മുഹറം മാസം 24ാം ദിവസമാണ്, അല്ലേ? ഒരു പുതിയ വർഷത്തിലേക്ക്, മുഹറം മാസത്തിലേക്ക് നമ്മൾ കടന്ന് എത്ര വേഗത്തിലാണ് ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇന്ന് വ്യാഴാഴ്ച, ഇന്ന് നോമ്പെടുത്തിട്ടുള്ള ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ഉണ്ടാകും. അല്ലാഹു തആല എല്ലാവരുടെയും നോമ്പുകൾ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപക്ഷെ മുഹറം മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് ആവാൻ സാധ്യതയുണ്ട്. അടുത്ത ബുധനാഴ്ച 15-ാം തീയതി ബുധനാഴ്ച മുഹറം 29ആണ്. അപ്പോൾ ബുധനാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ ഒരുപക്ഷെ അടുത്ത വ്യാഴാഴ്ച സഫർ 1 ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നിലാവ് കാണുന്നതുമായി ബന്ധപ്പെട്ടാണെന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഏതായാലും മുഹറം മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന, നമ്മൾ പറയുന്ന, നമ്മൾ കേൾക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഈ ഒരു ദിവസം നമുക്കറിയാം, വെള്ളിയാഴ്ച രാവെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലണമെന്ന് പറയുന്ന ദിവസമാണ്. വ്യാഴാഴ്ച ദിവസം ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ചൊല്ലുന്ന എന്താണ്? സ്വലാത്താണ്. അല്ലാഹു തആല നബിതങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞ് അവസാനം മരിക്കുന്ന സമയത്ത് നബിതങ്ങളെ സ്വപ്നത്തിൽ കണ്ട് മരണത്തിന് ശേഷം ഖബറിൽ നബിതങ്ങൾ നമുക്ക് കൂട്ടുകാരനായി വരുന്ന ഒരു അവസ്ഥ, അതുപോലെ മഹ്ശറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദുൽ കൗസറിൽ നിന്നും വെള്ളം കുടിക്കുന്ന അവസ്ഥ, എല്ലാം അല്ലാഹു തആല നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പലരുമൊക്കെ അൽഹംദുലില്ലാഹ് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്ന പലരും നിലവിൽ മദീനയിലാണ്. ഉസ്താദ്, ഞങ്ങൾ ഇപ്പോൾ മദീന സിയാറത്തിന് വേണ്ടി കയറുകയാണ് എന്നൊക്കെ സന്തോഷം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറുകൾ ബറക്കാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാനുള്ള അവസരം അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലാറില്ലേ? ഇന്ന് ഒരു ചെറിയൊരു സ്വലാത്ത് ഞാൻ പറഞ്ഞു തരാം. ചെറിയൊരു സ്വലാത്ത്. ഇത് നമ്മൾ എന്താ പറയുക, ഒരുപാട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയും? മുഹമ്മദ് മുസ്തഫ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ എന്താ പറയാറ്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാറില്ലേ?
അപ്പോൾ അതൊരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് മാത്രമല്ല, അത് മാത്രമല്ല സ്വലാത്തുകൾ ധാരാളമുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അല നൂരി വഹ്ലി, ഇതൊരു ചെറിയ സ്വലാത്താണ്. അതുപോലെ തന്നെ ഇബ്രാഹിമിയ സ്വലാത്ത്, താജു സ്വലാത്ത്, കൻസു സ്വലാത്ത്, ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ. ആ കൂട്ടത്തിൽ നമ്മൾ എന്തായാലും പറഞ്ഞിരിക്കേണ്ട ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് ഇതാണ്: അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസല്ലിം കമാ തുഹിബ്ബു വതർളാ ലഹു. ഇത് നമുക്ക് ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. ഇപ്പൊ തന്നെ നമുക്ക് ചൊല്ലിയാലോ? ഇപ്പൊ തന്നെ ഒരു 3 പ്രാവശ്യം എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇപ്പൊ തന്നെ ചൊല്ലിക്കോ, ഒന്ന് ചൊല്ലിക്കേ. പതിയെ ചൊല്ലിയാൽ മതി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലിഹി വസല്ലിം കമാ തുഹിബ്ബു വതർളാ ലഹു. ഒന്നുകൂടി ചൊല്ലിക്കേ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലിഹി വസല്ലിം കമാ തുഹിബ്ബു വതർളാ ലഹു. ഒന്നുകൂടി ചൊല്ലി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലിഹി വസല്ലിം കമാ തുഹിബ്ബു വതർളാ ലഹു. അൽഹംദുലില്ലാഹ്. ഈ സ്വലാത്ത് ഇത് നിങ്ങൾക്ക് ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയുമായിട്ട് നമുക്കൊരു 33 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലാൻ പറ്റിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അതായത് വെള്ളിയാഴ്ച രാവിലും പകലിലുമായി സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരുപാട് പ്രത്യേകതയാണ്. സാധാരണ ദിവസം ചൊല്ലുന്നത് പോലെയല്ല സ്വലാത്ത്. നമ്മളിപ്പോൾ എപ്പോഴും സ്വലാത്ത് ചൊല്ലുന്നവരാണ്. ഇപ്പോൾ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്ത് കഴിഞ്ഞാൽ ദുആക്ക് ശേഷം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം എന്ന് പറയാറുണ്ടല്ലോ. അത് സ്വലാത്താണ്. അതൊക്കെ നമ്മൾ സ്ഥിരമായി പറയുന്ന സ്വലാത്താണ്. നമ്മൾ സ്ഥിരമായി പറയുന്ന സ്വലാത്ത് കൂടാതെ മഹാന്മാരവരുടെ കിതാബുകളിൽ കൊണ്ടുവന്നിട്ടുള്ള ഇത്തരം വെറൈറ്റികളായ സ്വലാത്തുകൾ പറയുമ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായ നേട്ടങ്ങളാണ്. ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുമ്പോൾ കിട്ടുന്ന നേട്ടമല്ല നമുക്ക് തിബ്ബു സ്വലാത്ത് ചൊല്ലുമ്പോൾ കിട്ടുന്ന. എല്ലാ സ്വലാത്തിനും വ്യത്യസ്തമായ ഗുണങ്ങൾ, നേട്ടങ്ങളുണ്ട്. എല്ലാ സ്വലാത്ത് ചൊല്ലിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിച്ച ഈ സ്വലാത്ത് ചൊല്ലിക്കോ. കടങ്ങൾ ഉള്ളവരാണോ, മാനസികമായ ബുദ്ധിമുട്ടുള്ളവരാണോ, ടെൻഷൻ കൊണ്ട് ബുദ്ധിമുട്ട് ഉള്ളവരാണോ, അതുപോലെ ജോലി കിട്ടാതെ വിഷമിക്കുന്നവരാണോ, ഇൻഷാ അല്ലാഹ് അതൊക്കെ ശരിയായി കിട്ടണം. എൻ്റെ ടെൻഷൻ മാറണം, എൻ്റെ വിഷമങ്ങൾ മാറണം, എൻ്റെ രോഗം മാറണം. അല്ലാഹുവേ, ഞാൻ മുത്തായ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ. ഒരുപാട് പ്രത്യേകതകൾ ഈ സ്വലാത്തുകൾക്കുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന മറ്റൊരു വിഷയം, ഒരുപാട് ആളുകൾ ഇപ്പൊ എന്നെ പലരും ഒക്കെ നേരിട്ട് കണ്ട് ചോദിക്കാറുണ്ട്. പലരും ഒരുപാട് യാത്രകളൊക്കെ ചെയ്ത് നമ്മുടെ പള്ളിയിൽ വന്നിട്ടൊക്കെ നമ്മൾ കാണാൻ നിൽക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ആരും പള്ളിയിലേക്കൊന്നും ഇങ്ങനെ കാണാൻ വരണമെന്നില്ല. കാരണം വന്നിട്ട് ഉസ്താദ് സിഹറാണ്, ഉസ്താദ് കണ്ണേറാണ്, എന്തെങ്കിലും ചെയ്ത് തന്നെ പറ്റും. ഉസ്താദ് ഇപ്പോൾ കണക്ക് നോക്കണം, എൻ്റെ പേര് ഇപ്പോൾ ഉദാഹരണം അബ്ദുൽ ജബ്ബാർ എന്നാണ്, എൻ്റെ ഉമ്മയുടെ പേര് ആസിയ എന്നാണ്, എൻ്റെ കണക്ക് നോക്കി പറയാന്നൊക്കെ പറഞ്ഞ് പലരും ഒക്കെ വരാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല, തുറന്നു പറയാമല്ലോ. കാരണം ഇതിലൂടെ പറയുമ്പോൾ പലരുടെയും തെറ്റിദ്ധാരണ ഞാനെന്തോ ഒരു പച്ചശാളൊക്കെ ഇട്ടിരിക്കുന്ന വലിയൊരു ഔലിയാണ്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇപ്പം തന്നെ മാറ്റിത്തരും. അങ്ങനെ അള്ളാഹു വിചാരിച്ച് എനിക്ക് അങ്ങനത്തെ ഒരു കഴിവുമില്ല. ചില ആളുകളൊക്കെ പറയുന്നത് ഉസ്താദ്, സത്യത്തിൽ അങ്ങനെ പറയരുത്, ആരും അങ്ങനെ പറയരുത്. നമ്മുടെ വീഡിയോ കാണുന്ന ആരും അങ്ങനെ പറയുന്നത്, ആരെങ്കിലുമൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കണം. ഉസ്താദിന്റെ ആരാധകരാണ് ഞങ്ങളെന്നാണ്. അങ്ങനെ ഒരിക്കലും നമ്മുടെ ആരാധന എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്കാണ്, അല്ലേ? ആരാധകൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ആരാധകനാണ് നമ്മൾ. ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാരുടെ ആരാധകരാണ് അത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ പറയരുത്. പറച്ചിൽ പോലും ചിലപ്പോൾ അത് അബദ്ധത്തിലേക്ക് പോകും. ഉസ്താദിന്റെ ആരാധകരെന്ന് പറയരുത്, സ്നേഹിതരാണ്, ഉസ്താദിന്റെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്, അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഉസ്താദ് നിങ്ങളുടെ ആരാധകയാണിത്, ഒരിക്കലും അങ്ങനെ പറയരുത്. അത് പലപ്പോഴും നമ്മുടെ ഈമാൻ തന്നെ തെറ്റിപ്പോവാനുള്ള സാധ്യതയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് അത്തരത്തിലുള്ള വാക്കുകൾ പറയരുത്. നമ്മൾ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നു, അൽഹംദുലില്ലാഹ്. അത് കേൾക്കുമ്പോൾ വലിയ എത്രയോ ആളുകൾ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, പലതൊക്കെ എഴുതിയെടുക്കാറുണ്ട്, ചൊല്ലാറുണ്ട്, പറയാറുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്, അൽഹംദുലില്ലാഹ്. കാരണം നമ്മൾ ചൊല്ലുന്ന ഏതോ ഒരു സ്ഥലത്തിരുന്ന് നമ്മൾ ചൊല്ലുന്ന ഈ ദിക്റും സ്വലാത്തൊക്കെ
ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് ആളുകളൊക്കെ ഇങ്ങനെ ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ഇത് ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ അത് പറയുന്ന എനിക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കൊക്കെ അതിൻ്റെ പ്രതിഫലം കിട്ടും, ചൊല്ലിയ നിങ്ങൾക്കും അല്ലെങ്കിൽ അത് പറയുന്നത് മനസ്സിലാക്കുന്ന നിങ്ങൾക്കും അതിൻ്റെ നേട്ടം ഒരുപാടാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദസ്സും നമ്മൾ പറയുന്നതും കേൾക്കുന്നതും എല്ലാം അള്ളാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, പലരും ഒക്കെ ഒരുപാട് യാത്ര ചെയ്ത് നമ്മുടെ പള്ളിയിൽ വന്നിട്ട് അല്ലെങ്കിൽ നമ്മളെ കാണാൻ വന്നിട്ട് ഇങ്ങനെ സിഹറാണ് ഒഴിവാക്കി തന്നെ ഒഴിപ്പിച്ച് തന്നെ. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ പരിപാടി അറിയാൻ പാടില്ല, ഞാൻ എൻ്റെ പുറകെയും പോയിട്ടില്ല. പിന്നെ നമ്മുടെ ഈ ഉസ്താദുമാർ അവരുടെ കിതാബുകളിലും അതുപോലെ തന്നെ നമുക്ക് ഈ ഖുർആൻ പഠിച്ച ഹദീസ് പഠിച്ച ഒരുപാട് നല്ല നല്ല ആലിമീങ്ങളുണ്ട്. അവരൊക്കെ അവരുടെ വീക്ഷണത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്നാലിന്ന കാര്യം ഉണ്ടെങ്കിൽ അത് സിഹറായേക്കാം, ഉറപ്പല്ല സിഹറായേക്കാം, അതുകൊണ്ട് ആ കാര്യങ്ങൾ സൂക്ഷിക്കാമെന്ന് അവരവരുടെ കിതാബിൽ രേഖപ്പെടുത്തി. അത് ഞാൻ കോട്ട് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ സിഹർ നോക്കുന്ന ആളാണെന്നോ ഞാൻ സിഹറിനെ ബാത്തിലാക്കുന്ന ആളാണെന്നോ ഈ പറഞ്ഞതിൽ ഒരു സൂചനയുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരും ഈ സിഹർ ബാത്തിലാക്കും അല്ലെങ്കിൽ കണ്ണെറിപ്പം മാറ്റിത്തരും എന്ന് പറഞ്ഞ് ആരും വരണ്ട. കാരണം നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ചില കാര്യങ്ങൾ. അതിൽപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. പിന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത്, ചെറിയൊരു തലവേദന വന്ന അപ്പം തന്നെ ഭൂരിഭാഗം ആളുകളും ഇതെന്തോ സിഹറാണ്, ഇതെന്തോ സിഹറാണ്. കച്ചവടത്തിനൊരു നഷ്ടം വന്നാൽ ഇതാരോ സിഹർ ചെയ്തതാണ്. ഒരു പനി വന്ന ഇത് കണ്ണേറാണ്. അതെന്താണ്, പെട്ടെന്ന് നമുക്കൊരു ശരീരവേദന വന്നു, ഇതെന്തോ അസുഖം, ഇതെന്തോ അസുഖമാണ്, ഈ അസുഖം വന്നത് അവൻ സിഹർ ചെയ്തിട്ടായിരിക്കും, ഇവൾ കണ്ണേർ വെച്ചിട്ടായിരിക്കും, ഇവൾ അത് ചെയ്തിട്ടായിരിക്കും എന്ന ചിന്ത തന്നെ മാറ്റണം. അങ്ങനത്തെ ചിന്ത തന്നെ മാറ്റണം. ഇപ്പം നമ്മൾ തന്നെ ചില വീഡിയോയിൽ ഈ സിഹർ ബാധിച്ചവരുടെ ചില അടയാളങ്ങൾ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കുടുങ്ങിപ്പോവാൻ ആളുകൾ വെച്ചു, ഉസ്താദ് നിങ്ങൾ പറഞ്ഞ എല്ലാ അടയാളവും ഉണ്ട്, എൻ്റെ സിഹർ മാറ്റിത്താ യാ റബ്ബ്. നമ്മൾ ഓരോ കിതാബിൽ കാണുന്ന ചില കാര്യങ്ങൾ അത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും ചില കാര്യങ്ങൾ. ഞാൻ എപ്പോഴും പല ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്, ചില ആളുകളെ നമ്മൾ സൂക്ഷിക്കണം, ചില ആളുകളെ സൂക്ഷിക്കണം. കാരണം അവർ നമുക്ക് ചിലപ്പോൾ കണ്ണേർ വെക്കാൻ സാധ്യതയുണ്ട്. കണ്ണേർ എന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വം വെക്കുന്നതല്ല. നമ്മൾക്ക് കിട്ടിയ ചില അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ ഒരു അസൂയ സ്വാഭാവികമാണ്, മറ്റുള്ളവരുടെ മനസ്സ് തോന്നും. അങ്ങനെ നമുക്ക് കണ്ണേർ വരും. ഈ സിഹർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരും ഊരൊക്കെ മനസ്സിലാക്കിയിട്ട് മറ്റൊരു മോശപ്പെട്ട ആളുടെ അടുക്കൽ ചെന്നിട്ട് നമ്മുടെ നാശം ഉണ്ടാവണമെന്ന് മനഃപൂർവ്വം ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നതിനാണ് സിഹർ എന്ന് പറയുക. സിഹർ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. ഞാൻ പലപ്പോഴും അതിനെപ്പറ്റി ഒരുപാട് കണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ അങ്ങോട്ട് കിടക്കുന്നില്ല. പിന്നെ ഈ സിഹർ ആവട്ടെ കണ്ണേർ ആവട്ടെ, നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തേത്, എപ്പോഴും വുദുവോടുകൂടി നടക്കുക. അത് ഏത് കണ്ണേർ സിഹർ എന്ത് അപകടത്തെ തൊട്ടുമുള്ള കാവൽ അല്ലാഹു തആല തരുമെന്നാണ്. കൊടുക്കുമ്പോൾ ചുമ്മാ കയ്യും കാലും മുഖം കഴുകിയിട്ട് എന്നല്ല പറഞ്ഞത്, വുദു പൂർണ്ണമായിട്ട് എടുക്കുക. രാവിലെ സുബഹി നമസ്കാരത്തിന് വേണ്ടി നമ്മൾ വുദു എടുത്തു, നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ബാത്റൂമിലൊക്കെ പോകുമ്പോൾ വുദു മുറിയില്ലേ, എന്നാലും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, വുദു എടുക്കുക. നമ്മളിപ്പോൾ ഈ ബാത്റൂമിൽ നിന്നൊക്കെ വന്നിട്ട് സോപ്പിട്ട് കൈയൊക്കെ കഴുകാറുണ്ട്. ആ കൈ കഴുകുന്നതൊരു വുദു ആക്കി മാറ്റുക. കുളിച്ചു കഴിഞ്ഞിട്ടൊരു വുദു എടുക്കുക. ഭക്ഷണം കഴിച്ച് കൈയും കാലൊക്കെ കഴുകുമ്പോൾ അവിടെ ഒരു വുദു ആക്കുക. അപ്പോൾ വുദു നിത്യമാക്കി കൊണ്ടുപോയാൽ 90% സിഹറും കണ്ണേറും നമ്മളെ ഏൽക്കില്ല. കാരണം വുദു എന്ന് പറഞ്ഞാൽ അതെടുത്തവനിക്കുള്ളൊരു പരിചയമാണെന്നാണ്, ഒരു പരിചയമാണ്. അതുപോലെ ദുആ എന്ന് പറഞ്ഞാൽ അതാ ചെയ്തവനുള്ള ഒരു പരിചയമാണ്. അതുകൊണ്ട് ദുആ എന്ന ആയുധവും വുദു എന്ന ആയുധവും നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു മുതൽ കൂട്ടാക്കുക. ഏത് കണ്ണേറും സിഹറും തടയാൻ അതിനേക്കാൾ കരുത്തുള്ള മറ്റൊന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും വുദു ഉള്ളവരായിരിക്കുക. ഇതൊന്നും ചെയ്യൂല, നിസ്കാരമില്ല, നോമ്പില്ല, ഒന്നുമില്ല, എന്തെങ്കിലും ഒരു പനി വന്ന അപ്പ സിഹർ ഉസ്താന്റെ ഓടലാണ്, അത് വേണ്ട, ആ പണി വേണ്ട. അതുകൊണ്ട് വുദു എടുക്കുക, നിസ്കാരങ്ങൾ കൃത്യമാക്കുക, ഇബാദത്തുകൾ കൃത്യമാക്കുക, നല്ലവണ്ണം അല്ലാഹുവിനോട് ദുആ ഇറക്കുക. അല്ലാഹുവേ പടച്ചവനെ, ആരെങ്കിലൊക്കെ സിഹർ വെച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, സിഹർ കണ്ണേർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റബ്ബേ ഞാൻ നിസ്കരിച്ച നിസ്കാരം അല്ലാഹു ഇതിൻ്റെ ഒക്കെ ഫضല് കൊണ്ട് എല്ലാ ഇടങ്ങേറും നീ മാറ്റിത്തരണേ അല്ലാന്ന് പച്ച മലയാളത്തിൽ അങ്ങോട്ട് പറയാം. അറബിയിൽ തന്നെ പറയണം എന്നൊന്നുമില്ല. എല്ലാ ദുആയും അറബിയായിരിക്കണം എന്നൊരു നിർബന്ധവുമില്ല. നമുക്ക് നല്ല നമ്മുടെ ഭാഷ മലയാളത്തിൽ അള്ളാഹിനോട് പറയാം. അള്ളാഹ്ക്ക് എല്ലാ ഭാഷ അറിയാം. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം വുദു നിത്യമാക്കുക. 2, നല്ലവണ്ണം ദ്വാരക്കുക. ദ്വാരക്കുമ്പോൾ നല്ല രൂപത്തിൽ ദ്വാരക്കുക. അല്ലാഹുവേ എൻ്റെ ഇടങ്ങേറുകൾ, എൻ്റെ പ്രയാസങ്ങളെല്ലാം നീ മാറ്റിത്തരണേ എന്ന് നല്ലവണ്ണം ദ്വാരക്കുക.
പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നമുക്ക് സിഹർ ബാധ നമുക്കിപ്പോൾ ചില അടയാളങ്ങൾ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ തോന്നിയേക്കാം ഇതൊരു സിഹറാണോ അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ട് ഇപ്പോൾ എത്രയോ കുടുംബങ്ങളിലുണ്ട് പല പല തരത്തിലുള്ള പ്രതിസന്ധികളുള്ളവർ. അപ്പോൾ പറയട്ടെ, അങ്ങനെ പ്രതിസന്ധികളുള്ളവരെ നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങണ്ട, രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം, സുബഹി മഗ്രിബ് നമസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തുൽ ഫാത്തിഹ 7 വട്ടം, ചുരുങ്ങിയതൊരു 3 വട്ടമെങ്കിലും ഓതുക. സൂറത്തുൽ ഇഖ്ലാസ് കൂടിയത് 7 വട്ടം, കുറഞ്ഞതൊരു 3 വട്ടമെങ്കിലും ഓതുക. സൂറത്തുൽ ഫലഖ് കൂടിയത് 7 വട്ടം, കുറഞ്ഞതൊരു 3 വട്ടമെങ്കിലും ചൊല്ലുക. സൂറത്തുൻ നാസ് 7 അല്ലെങ്കിൽ 3 ഓതുക. ആയത്തുൽ കുർസി അതൊരു 3 വട്ടം ഓതുക. സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ ലഖദ് ജാഅക്കും അതൊരു 3 വട്ടം ഓതുക. ഓതിയിട്ട് നമ്മുടെ കൈവെള്ളയിൽ നമ്മൾ തന്നെ ഇശ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക, ഇശ്ഫി എന്ന് പറഞ്ഞ് ഊതുക. എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ മുഴുവനും അങ്ങോട്ട് തടവുക. സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് ഇതൊക്കെ ഏത് വമ്പൻ സിഹറിനെയും തടയാൻ ഉള്ള ഏറ്റവും വലിയ മാർഗമാണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്യുക. സൂറത്തുൽ ഫത്ഹിന്റെ അവസാനത്തെ ആയത്ത് അല്ലെ, സൂറത്തുൽ ഫത്ഹിന്റെ മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫത്ഹിന്റെ അവസാനത്തെ ആയത്തുണ്ട്. അവസാനത്തെ ആയത്താണ് മുഹമ്മദ് റസൂൽ. അത് സ്ഥിരമാക്കി ഓതുക. അത് കാണാപ്പാടം അറിയാവുന്നവർ അങ്ങനെ ഓതുക. ഇനി കാണാതെ അറിയില്ലെങ്കിൽ സൂറത്തുൽ ഫത്ഹ് എടുക്കുക, അതിന്റെ അവസാനത്തെ ആയത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് അത് 3 വട്ടം എപ്പോഴും എല്ലാ ദിവസവും ഓതിയിട്ട് നെഞ്ചത്തൂതുക. പിന്നെയോ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് നമുക്ക് പ്രത്യേകമായി ഹദീസിൽ പഠിപ്പിച്ച ദുആയാണ്. അതുപോലെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ഈ ദുആയും ഈ 2 ദിക്റുകൾ മുറുകെ പിടിക്കുക. അപ്പൊ ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഏത് സിഹറിനെയും, അത് ചിലപ്പോൾ പെട്ടെന്ന് മാറണമെന്നില്ല, അതിങ്ങനെ സ്ഥിരമായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ പതിയെ ആ ഷർറ് ഇൻഷാ അല്ലാഹ് മാറിക്കോളും കേട്ടോ. പിന്നെ ചില ആളുകൾ അവരെ നമ്മളൊന്ന് സൂക്ഷിക്കണം. അതായത് നമ്മൾ തെറ്റ് ചെയ്യാൻ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകളുണ്ട്. തെറ്റ് ചെയ്യാൻ അത് ചെയ്തോടാ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള ആളുകളുടെ കൂടെ കൂടരുത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യത്തിലും ചികഞ്ഞ് അന്വേഷിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. നീ എവിടെ പോയടാ, എങ്ങനെ പോയടാ, എന്തിനു പോയടാ, എവിടെ പോയടാ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചികഞ്ഞ് അന്വേഷിക്കുന്ന അവരൊന്ന് സൂക്ഷിക്കണം. പിന്നെ നമുക്കൊരു അനുഗ്രഹം കിട്ടിയാൽ അതിൽ കുറ്റം കണ്ടുപിടിച്ചിട്ട് നമ്മൾ വിഷമിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ടാകും. നമ്മുടെ വീട് വെച്ചാൽ അല്ലെങ്കിൽ വാഹനം വാങ്ങിയാൽ അത് അങ്ങനെയല്ല, അത് കാർ വേണ്ട, ഈ കാർ മതിയായിരുന്നു, അങ്ങനെ നമ്മളെ വിഷമിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെയും നമ്മളൊന്ന് സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മൾക്കൊരു പ്രയാസം വന്നാൽ നമ്മളെ കൈയൊഴിയുന്ന ചില ആൾക്കാരുണ്ട്, അവരെയും നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ആവശ്യത്തിലധികം നമ്മുടെ ചുമങ്ങനെ പുകഴ്ത്തും, അവരെയൊക്കെ സൂക്ഷിക്കും. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് സിഹർ കണ്ണേറൊക്കെ വെക്കാൻ സാധ്യതയുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. സിഹർ, കണ്ണേറ്, കരുനാക്ക് അതുപോലെയുള്ള നാവ് പ്രശ്നങ്ങൾ അതിനൊക്കെ തടയാനുള്ള ഒരു 7 മാർഗങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അമൽ ചെയ്യുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആർക്കെല്ലാം എന്തെല്ലാം പ്രയാസ പ്രതിസന്ധികളുണ്ടോ എല്ലാം അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. വെള്ളിയാഴ്ച രാവാൻ സ്വലാത്ത് ധാരാളമായി ചൊല്ലുക. വിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് പാരായണം. നഖമൊക്കെ വെട്ടാനുള്ളവർ, നഖം മുടി താടിയൊക്കെ വെട്ടാനുള്ളവരൊക്കെ വെട്ടി ഒതുക്കുക. അതുപോലെ തന്നെ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്നതോടൊപ്പം മറ്റ് മരണപ്പെട്ടു പോയവരെ സിയാറത്ത് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി യാസീൻ ഓതി ദുആരക്കുക. നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് കണ്ട് ചെയ്യുക. സ്വതക്കുകൾ അധികരിപ്പിക്കുക, ദിക്ർ ഔറാദുകൾ അധികരിപ്പിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച സ്വലാത്ത് മറന്നു പോകണ്ട. നമ്മളെല്ലാവരെയും അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.